വിധവ വികലാംഗ പെൻഷനുകളെല്ലാം തന്നെ വിതരണം ചെയ്യുന്നത് CPMന്റെ നേതാക്കൾ നേതൃത്വം കൊടുക്കുന്ന ഈ സർവീസ് സഹകരണ ബാങ്ക് മുഖേനയാണ്. നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഗവൺമെൻറ്റിൻ്റെ ഉത്തരവനുസരിച്ച്, ഗവൺമെൻറ്റിൻ്റെ അലോട്ട്മെൻ്റ് അനുസരിച്ച് പെരുന്നാളിന് മുമ്പ് തങ്ങളുടെ ഏറ്റവും പ്രാഥമികമായ ആവശ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ ഈ ക്രൂരന്മാർ പൊന്നാനിയിലെ പെൻഷൻകാരുടെ പണം തടഞ്ഞു വെച്ചതിനെതിരെയാണ് മുസ്ലിം ലീഗ് ഇന്ന് ഇവിടെ സമരം നടത്തിയിട്ടുള്ളത്. നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ DBT സിസ്റ്റത്തിൽ ഗവൺമെൻറ് ഈ പണവിതരണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങളൊക്കെ ജനപ്രതിനിധികളായിട്ടുള്ള ആളുകളാണ്. ഈ ബാങ്ക് ഭരിക്കുന്ന LDFന്റെ അധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ കരുതുന്ന പോലെയല്ല. നിങ്ങൾക്ക് 2000 രൂപ നിസ്സാരമായ തുകയായിരിക്കും. പക്ഷേ ഈ 2000 രൂപയ്ക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന, ഈ 2000 രൂപ കിട്ടിയാൽ മരുന്ന് വാങ്ങാൻ വേണ്ടി, മരുന്നിന് വേണ്ടി കാത്തു നിൽക്കുന്ന, ഈ 2000 കൊണ്ട് പെരുന്നാളിൻ്റെ ഡ്രസ്സ് വാങ്ങാൻ കാത്തു നിൽക്കുന്ന ഒട്ടനവധി പാവപ്പെട്ട പെൻഷൻകാരോടാണ് നിങ്ങൾ ഈ വെല്ലുവിളിയും ദ്രോഹവും നടത്തിയിട്ടുള്ളത്. എന്തിനാണ് നിങ്ങൾ പെൻഷൻകാരെ ദ്രോഹിച്ചത്? ഞങ്ങൾക്കറിയാം. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വീടുകൾ കയറി ഈ പാവപ്പെട്ട പെൻഷൻകാരോട് നിങ്ങൾ പറഞ്ഞത്, UDFന്റെ പ്രതിനിധി ഇവിടെ ജയിച്ചാൽ, UDF അധികാരത്തിൽ വന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന പെൻഷൻ ഇനി മുതൽ കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞവരാണ് നിങ്ങൾ. നിങ്ങൾ ഈ പെൻഷനെ ഏറ്റവും അധികം ദുരുപയോഗം ചെയ്തവരാണോ ഈ ബാങ്കും ബാങ്ക് ഭരിക്കുന്ന LDFും. എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾ ഈ പെൻഷൻ വിതരണം നടത്തുന്നത് ഞങ്ങൾക്കൊക്കെ അറിയാം, ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. നാളെ ഒരു പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുള്ള ആളുകൾ നിങ്ങളുടെ LDFന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരാണ്. നിങ്ങൾ കൊടുക്കുന്ന പെൻഷൻ തുക വീടുകളിൽ കയറി വിതരണം ചെയ്യുന്നത് എന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം.